ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ജരാസന്ധ യുദ്ധമാണ്. ജരാസന്ധനും ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനുമൊക്കെയായിട്ടുള്ള ആ യുദ്ധം. ഇവിടെ മധുരാപുരിയുടെ 4 ഗോപുര ദ്വാരങ്ങളിൽ ഭഗവാൻ നാലായി പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് 4 ഗോപുരദ്വാരങ്ങളിലും കൃഷ്ണനുണ്ട്. ഓരോരുത്തരും വിചാരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അടുത്ത ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെയും കൃഷ്ണൻ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 4 ഗോപുരത്തിൻ്റെ ദ്വാരങ്ങളിൽ നിന്നുകൊണ്ട് ഭഗവാൻ ജരാസന്ധൻ്റെ പടയോട്, സൈന്യത്തിനോട് യുദ്ധം ചെയ്യുന്നു. ആ സമയത്ത് ബലരാമനാണ് ജരാസന്ധനുമായി യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ വലിയ യുദ്ധമാണ്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒടുവിൽ ബലരാമൻ ജരാസന്ധനെ കൊല്ലുവാനായി പോകുന്നു. ചവിട്ടിക്കൊല്ലാനാണ് പോകുന്നത്. അങ്ങനെ ചവിട്ടി വധിക്കുവാനായി ബലരാമൻ കാലുയർത്തുന്ന സമയത്ത് കൃഷ്ണൻ അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ബലരാമനെ തടുക്കുന്നു. ജ്യേഷ്ഠ, അവനെ കൊല്ലരുത്, അവനെ കൊല്ലേണ്ടത് നമ്മളല്ല, അവൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മഗധ രാജാവായ ജരാസന്ധനെ കൃഷ്ണൻ മോചിപ്പിക്കുകയാണ്. ജരാസന്ധന് വലിയ നാണക്കേട് തോന്നി. എന്നിട്ട് പിന്തിരിഞ്ഞു നോക്കാതെ തൻ്റെ രഥത്തിൽ കയറിയിരുന്നിട്ട് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ ബലരാമനോട് പറയുകയാണ്, ജ്യേഷ്ഠ, അവനെ വധിക്കരുത് എന്ന് വിലക്കിയത് മറ്റൊന്നും കൊണ്ടല്ല. അവനെ വധിക്കേണ്ടത് പാണ്ഡുപുത്രനായ ഭീമനാണ്. അതിനുള്ള സമയം അടുത്തു വരുമ്പോൾ അവനത് അനുഭവിച്ചു കൊള്ളും എന്ന് കൃഷ്ണൻ രാമനോട് പറയുന്നു. ജരാസന്ധൻ്റെ കൂട്ടുകാരും സഹായികളുമായി ജരാസന്ധൻ്റെ കൂടെ വന്ന പല രാജാക്കന്മാരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ദുഷ്ടന്മാരെ വധിച്ച് ഭൂമിയെ രക്ഷിക്കുക എന്ന അവതാര ഉദ്ദേശം ഭഗവാൻ കുറേശ്ശെ അങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ്. ഇവിടെ മഗധ രാജാവായ ജരാസന്ധനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്, അതായത് ജരാസന്ധന് ഏറ്റവും വലിയ സഹായികളായി നിന്നത് വസുദേവൻ്റെ, അതായത് കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിമാരുടെ പുത്രന്മാരാണ്. 2 പുത്രന്മാർ. അവർ ശിശുപാലനും ദന്താവക്ത്രനുമാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളുടെ, അതായത് അപ്പച്ചിയുടെ, നമ്മൾ തെക്കൻ കേരളത്തിലൊക്കെ പറയും അപ്പച്ചി, അച്ഛൻ പെങ്ങളുടെ 2 മക്കൾ അവരായ ശിശുപാലനും ദന്താവക്ത്രനുമാണ് ജരാസന്ധനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമുക്ക് പലപ്പോഴും ശത്രുക്കളുള്ളത്. അവരുടെ മാതാക്കൾ, അതായത് ഈ ശിശുപാലൻ്റെയും ദന്താവക്ത്രൻ്റെയും മാതാക്കൾ പാണ്ഡവരുടെ മാതാവായ കുന്തിയുടെ അനുജത്തിമാരാണ്. കുന്തിയും വസുദേവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അപ്പച്ചിയാണ്, വസുദേവരുടെ സഹോദരി തന്നെയാണ് ആര്? കുന്തി. അങ്ങനെ അനവധി കാലം കുന്തിദേവി സന്താനരഹിതയായി കാന്താരത്തിൽ പാണ്ഡുവും ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അനുജത്തിമാരുടെ മക്കൾ കുന്തിയുടെ മക്കളായ പാണ്ഡവരേക്കാൾ പ്രായം കൂടിയവരായി തീർന്നു. ഇവിടെ പാണ്ഡവരേക്കാൾ പ്രായം കൂടിയ ആളുകളാണ് ദന്താവക്ത്രനും ശിശുപാലനും. അതിന് കാരണം ഒരുപാട് കാലം കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്നു കുന്തിക്ക്. അതുകൊണ്ടാണ്. അങ്ങനെ പരാജിതനായി എങ്കിലും ജരാസന്ധൻ്റെ അഹങ്കാരത്തിന് ഒരു ശമനവും വന്നില്ല. ജരാസന്ധൻ പിന്നെയും അടങ്ങിയിരുന്നില്ല. മഹാബലിയുടെ പുത്രനും അസുര സാമ്രാട്ടുമായിരുന്ന ബാണനെ
അവൻ്റെ രാജധാനിയായ ശോണിതപുരത്ത് ചെന്നു കാണുകയും കൃഷ്ണനുമായുള്ള യുദ്ധത്തിൽ തന്നെ സഹായിക്കണമെന്ന് ജരാസന്ധൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൃഷ്ണൻ ദേവപ്രിയനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ശത്രു എന്നുള്ള നിലയിൽ ജരാസന്ധനെ സഹായിക്കാമെന്ന് ഈ അസുരൻ ഏൽക്കുകയും ചെയ്തു. കാരണം ഈ ബാണാസുരൻ വിചാരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും ദേവകൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അസുരന്മാരെ ഇഷ്ടമേ അല്ല, അവർക്ക് ദ്രോഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ചിന്തയാണ് ബാണൻ എന്ന അസുരന് ജരാസന്ധനെ സഹായിക്കാൻ തോന്നിയത്. അതനുസരിച്ചിട്ട് തൻ്റെ സേനാനായകന്മാരായ കുംഭാണ്ഡൻ്റെയും കുംഭകർണൻ്റെയും നേതൃത്വത്തിൽ 1,00,000 കാലാളുകളോട് കൂടിയ ഒരു വലിയ അസുരപ്പടയെ മഹാബലിയുടെ പുത്രൻ ജരാസന്ധനെ സഹായിക്കുന്നതിനായി മഗധ എന്ന രാജ്യത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതായത് 1,00,000 കാലാൾ പടകളെയാണ് ബാണാസുരൻ മഗധ രാജ്യത്തിലെ രാജാവായ ജരാസന്ധനെ സഹായിക്കുന്നതിനായിട്ട് അയച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ യുദ്ധം കഴിഞ്ഞ് 3 മാസത്തിനു ശേഷം ജരാസന്ധൻ വീണ്ടും പഴയതിനേക്കാൾ വിപുലമായ പടസന്നാഹങ്ങളോടുകൂടി വീണ്ടും മധുരയെ ആക്രമിക്കുകയാണ്. ആ പോരാട്ടത്തിൽ കൃഷ്ണൻ തനിച്ചാണ് യുദ്ധം ചെയ്തത്. അതായത് ആ യുദ്ധത്തിൽ ബലരാമൻ ഉണ്ടായിരുന്നില്ല. ധാരാളം അസുരന്മാർ മരിച്ചു. ആ യുദ്ധത്തിൽ രാമൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ മധുരയിലെ സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സാത്യകി, ഉദ്ധവര്, അക്രൂരൻ ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. യാദവ സേനാ നായകനായ സാത്യകിയുടെ വലിയ യുദ്ധസാമർഥ്യത്താൽ ജരാസന്ധനെ സഹായിക്കുവാനായി വന്ന കുംഭാണ്ഡനും കുംഭകർണനും അങ്ങനെ ഓടി ഒളിക്കുകയാണ്. ആ യുദ്ധത്തിലും അങ്ങനെ മഗധ രാജാവായ ജരാസന്ധൻ പരാജയപ്പെടുന്നു. കൃഷ്ണന് വേണമെങ്കിൽ നിസാരമായി ജരാസന്ധനെ വധിക്കാം. ബലരാമൻ വധിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ കൃഷ്ണൻ തടഞ്ഞത് എന്തുകൊണ്ടാണ്? ജരാസന്ധനെ വധിക്കേണ്ടത് പാണ്ഡുപുത്രനായ ഭീമനാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ജരാസന്ധന് കൃഷ്ണനോട് ഇത്രയും വലിയ ദേഷ്യമുണ്ടായത്? എന്തുകൊണ്ടാണ്? കംസൻ എന്ന് പറയുന്നത് ആരാണ്? ജരാസന്ധൻ്റെ മരുമകനാണ്. അതായത് ജരാസന്ധൻ്റെ പുത്രിമാരായ അസ്ഥിയുടെയും പ്രാപ്തിയുടെയും ഭർത്താവാണ് കംസൻ. ആ കംസനെ വധിച്ചത് കൃഷ്ണനാണ്. തൻ്റെ മരുമകനെ വധിച്ചു കൃഷ്ണൻ. അതൊരു ദേഷ്യം. തൻ്റെ പെൺമക്കളായ അസ്ഥിയും പ്രാപ്തിയും അവർക്ക് വൈധവ്യം സമ്മാനിച്ചത് കൃഷ്ണനാണ്. അവരുടെ കണ്ണുനീര് കണ്ടിട്ടാണ്, മരുമകനോടുള്ള അമിതമായ സ്നേഹത്താലാണ് ജരാസന്ധൻ നിരന്തരം കൃഷ്ണനുമായി കലഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നിരന്തരമായ കലഹമാണ് പിന്നീട് നടന്നത്. പക്ഷേ ഒരവസരത്തിലും ഭഗവാൻ ജരാസന്ധനെ വധിച്ചില്ല. അതിൻ്റെ കാരണം ഓരോ മനുഷ്യർക്കും ഓരോ വിധിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഭഗവാന്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ഭാഗം കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ട് ഭഗവാന്റെ ജീവിതത്തിലെ വളരെ രസകരമായ സംഭവങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത്. ഭാർഗവ സന്ദർശനമാണ് ഇനി വരുന്നത്. അതായത് ഭാർഗവനെ കാണുന്നു. ഭാർഗവൻ ആരാണ്?
പരശുരാമനാണ്. പരശുരാമനും കൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഭാഗമാണ്. വളരെ മനോഹരമായ ഭാഗമാണ്. രണ്ട് അവതാര പുരുഷന്മാർ, അതായത് മഹാവിഷ്ണുവിൻ്റെ രണ്ട് അവതാര പുരുഷന്മാർ ഒരേ സമയം കണ്ടുമുട്ടുന്നു എന്നുള്ളത് തന്നെ. ഭാർഗവരാമൻ പണ്ട് ശ്രീരാമനെ കണ്ടുമുട്ടിയിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ കൃഷ്ണനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഇവർ തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ ഒക്കെ എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ കഥകളൊക്കെ കേൾക്കുക എന്നുള്ളത്, അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിക്കുക. കാരണം ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരുണ്ട്, അതിൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഭാഗ്യം ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചു, അതുകൊണ്ട് ആ ഭാഗ്യം പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഭഗവാന്റെ കഥകൾ പറയുന്നതും കഥകൾ കേൾക്കുന്നതും കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ തന്നെ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. അതിനോളം പുണ്യം മറ്റൊന്നിനുമില്ല. നിരന്തരമായി ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടാവുകയില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിരന്തരമായ കഥാഭജനം നടത്തുന്ന ആളുകളുടെ ശരീരത്തിലേക്ക്, അവരുടെ അടുത്തേക്ക് ആ ദോഷങ്ങൾ എത്തുകയില്ല. നിരന്തരമായി നാമം ജപിക്കുന്ന ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. അവൻ്റെ ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധമായിരിക്കും. അവൻ്റെ പാപങ്ങൾ അകലും. അതോടുകൂടി മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിരന്തരമായി കഥകൾ കേൾക്കുക, കേട്ടിട്ട് മനസ്സിലാക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങൾ ഈ കഥയൊക്കെ കേട്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷേ ചിലർക്ക് അതിന് സാധിക്കില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിലും നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോൾ, ആ കഥ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ആ കഥ ഇങ്ങനെ കേൾക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഈ കഥ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. സ്ഥിരമായി ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാമങ്ങളോ ഒക്കെ ഇങ്ങനെ സ്ഥിരമായി ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എപ്പോഴും ഇങ്ങനെ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരറിയാതെ തന്നെ ഇങ്ങനെ ജപിക്കും. നമ്മൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ ബോധപൂർവം ജപിക്കും ആദ്യമൊക്കെ, ഇല്ലേ? ആ നാമം ജപിക്കണം എന്ന ചിന്തയോടുകൂടി ജപിക്കും. അങ്ങനെ ജപിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കങ്ങനെ ജപിക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല. പക്ഷെ അറിയാതെ തന്നെ എന്തു ചെയ്യും, നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും, അല്ലേ? നമ്മൾ എൻ്റെ കൃഷ്ണ എന്നാലും ഇങ്ങനെ വന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ ഭഗവാനെ നന്ദിയുണ്ട്, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചല്ലോ, ഇങ്ങനെ പറയും. അപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ബോധപൂർവം പറയുന്നതല്ല, അറിയാണ്ട് വരുന്നതാണ്, ഇല്ലേ? ഒരു പേടി വരുന്ന സമയത്ത് എൻ്റെ അമ്മയെന്ന് വിളിക്കും, അല്ലേ? ഒരു സങ്കടം വരുന്ന സമയത്ത് അമ്മയെന്ന് വിളിക്കും. അത് നമ്മൾ ബോധപൂർവം വിളിക്കുന്നതാണോ? അല്ല, അറിയാണ്ട് വിളിച്ചു പോകുന്നതാണ്, അല്ലേ? അതുപോലെ സ്ഥിരമായി ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥിരമായി നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മറ്റേത് നാമങ്ങളായാലും നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബോധപൂർവം ജപിക്കണ്ട, തന്നെത്താനെ ജപിക്കും. നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ഇങ്ങനെ തന്നെ ജപിച്ചുകൊണ്ടിരിക്കും. നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. ഭഗവാനെ സ്നേഹിക്കുക, കളങ്കമില്ലാതെ സ്നേഹിക്കുക. അതുമാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം സ്നേഹിക്കുക. എല്ലാവരും ഗോപസ്ത്രീകളായി മാറുക, പശുക്കിടാങ്ങളായി മാറുക, ഗോക്കളായി മാറുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.